പച്ചക്കറി കൃഷിക്ക് തീരെ അനുയോജ്യമല്ലാത്ത മണ്ണിൽ കൃഷി വിപ്ലവം തീർക്കുവാനൊരുങ്ങുന്ന ഒരു കൂട്ടം വനിതകളെ പരിചയപ്പെട്ടാലോ? സ്ഥലം ഇങ്ങ് കേരളത്തിലല്ല കേട്ടോ, നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ഭാഗമായ അഗത്തി ദ്വീപിലാണ് സംഭവം. നമ്മുടെ കുടുംബശ്രീ മാതൃകയിൽ ലക്ഷദ്വീപിലെ വനിതാ കൂട്ടായ്മയായ ദീപ്ശ്രീയിലെ 23 അംഗങ്ങൾ ചേർന്നാണ് ഇവിടെ കൃഷി ആരംഭിച്ചത്. മനോഹരമായ കടലും കടൽ തീരവും തെങ്ങും തേങ്ങായും വെറൈറ്റി മീനുകളുമെല്ലാം നിറഞ്ഞ ദ്വീപിൽ പക്ഷേ പച്ചക്കറിക്കും മറ്റവശ്യ സാധനങ്ങൾക്കും കേരളത്തിൽ നിന്നും മറ്റുമെത്തുന്ന കപ്പലുകളെ ആശ്രയിക്കണം. വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഇവിടെ ഉപ്പ് വെള്ളമാണ് കിട്ടുന്നത്, അത് കൃഷിക്ക് അനുയോജ്യമല്ല. പിന്നെ ഇതൊക്കെ മണ്ണ് അതൊക്കെ അതിജീവിച്ചാണ് ഞങ്ങൾ കൃഷി ഇത്രയും ചെയ്തത്. തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. അല്ല, ഇത് വാഴ വെച്ചിട്ട് എത്ര നാളായി? വച്ചിട്ടാ 5 മാസമായി. ഇത്ര ഹൈറ്റ് തന്നെ കൊല വന്നല്ലേ? ഇത്ര ഹൈറ്റ് തന്നെ കുഴി വന്നു. അതായത് കുളിവായ എന്ന് പറയുന്നത്. അതാണ് ഇതിനെ കുളിവാള എന്ന് പറയുന്നത്. വാഴ എന്ന് പറയുന്നത് കുഴിവായ ചെറുതിന്ന് കഴിക്കും. സാധാ പയറല്ലേ? റോബസ്റ്റ് ആ ടൈപ്പാണ്. ഇതൊക്കെ വൈദ്യുതി തുടങ്ങിയോ? വിൽക്കാൻ തുടങ്ങിയോ? ഇത് എന്തൊക്കെ സെയിൽസ് ചെയ്ത് പച്ചമുളക്, വൈദ്യുന, വെണ്ട ഇതൊക്കെ ഞങ്ങൾ സെയിൽസ് ചെയ്യും. പച്ചമുളക് എവിടെ? പച്ചമുളക് ഉണ്ട് അപ്പുറത്ത്. ചെറിയ കാന്താരി ടൈപ്പാ അല്ലേ? ഇതിന് എത്ര കിട്ടും നിങ്ങൾക്ക്? 100 രൂപയോ കിലോ? വേറെ എന്തുണ്ട്? തക്കാളിയൊക്കെ ഉണ്ടോ? ഇല്ല, തക്കാളി ഉണ്ടായിരുന്നു, ഇപ്പോൾ സീസൺ കഴിഞ്ഞുകൊണ്ട് എല്ലാം കൊഴിഞ്ഞു പോയി. കേരളത്തിൽ നിന്നാണ് പച്ചക്കറികളൊക്കെ കൊണ്ടുവരുന്നത്. അത് ഷിപ്പിൻ്റെ കുറവ് കൊണ്ട് ഷിപ്പ് ചിലപ്പോൾ വരാതിരിക്കുന്നുണ്ട് ചില കാലഘട്ടങ്ങളിൽ. അപ്പോൾ ഞങ്ങൾക്ക് പച്ചക്കറിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സ്വയമായിട്ട് തന്നെ ഞങ്ങൾ ഗ്രൂപ്പുകൾ, ഞങ്ങൾ 56 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ നിന്നും 2 അംഗങ്ങൾ വെച്ചാണ് ഞങ്ങളിവിടെ നേരത്തെ തന്നെ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഗ്രോ ബാഗും വിത്തുകളും പിന്നെ അതിനകത്ത് ഇടാനുള്ള നല്ല വളങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. കേരളക്കരയിൽ നിന്ന് ഞങ്ങളെ ഇങ്ങനെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളെ സഹായിക്കണം. കൃഷി ഞങ്ങൾക്കൊന്ന് വലുതാക്കി എടുക്കണമെന്നുണ്ട്. കാരണം അത്ര മനോഹരമായിട്ട് നല്ല രീതിയിലാണ് ഞങ്ങളിത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇത് 1 വർഷം 2 വർഷം വരെ ഇത് വിളവെടുക്കും. പിന്നെ ഞങ്ങൾ പറിച്ച്. ഇതിപ്പോ എത്ര നാളായതാ? ഇത് ഇപ്പോ 3 മാസമായി. വിളവെടുക്കാൻ തുടങ്ങിയല്ലേ? വിളവെടുക്കാൻ തുടങ്ങി. നന്നായിട്ട് കിട്ടുന്നുണ്ടോ? നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇത് മുരിങ്ങക്കായാണ്. മുരിങ്ങയ്ക്ക് ഇവിടെ നന്നായിട്ടുണ്ടാകും അല്ലേ? നല്ലപോലെ മുരിങ്ങക്കായ കഴിക്കുന്നുണ്ട്. പപ്പായ വിത്ത് ഇവിടുന്ന് കിട്ടിയാണോ? നല്ലതുപോലെ ഇതിന് വിളവ് കിട്ടിയിട്ടുണ്ട്. പപ്പായ ഏകദേശം കഴിഞ്ഞല്ലേ? പപ്പായ ഏകദേശം കഴിഞ്ഞു. പഴുത്ത് പറിക്കാറായോ? എടുക്കാറായെന്നോ? ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ നിങ്ങൾക്ക് എത്ര കിട്ടും കിലോയ്ക്ക്? 50 വെച്ച് കിലോ കിട്ടും. അപ്പോൾ അതിന് നല്ല വിലയുണ്ട്. പിന്നെ ഇത് ആവണക്കണ്ണയാണ്. ഇത് ഞങ്ങളിവിടെ ആവണക്കല്ലേ? തന്നെ ഉണ്ടായതാ? അതിൻ്റെ എന്താ എടുക്കുന്നത്? എന്തെങ്കിലും കായ? ഇതാണ് ആവണക്കണ്ണ എടുക്കുന്നത്. ഇത് പല മരുന്നിനും ഉപയോഗിക്കും. ഇത് ഇവിടെ അങ്ങനെ ഉള്ളതാണോ? അല്ല, മൊത്തത്തിൽ ഇവിടെ ഉണ്ടോ? ഇവിടെ കൃഷി സ്ഥലങ്ങളില്ല, ഇവിടെ കൃഷിയിലാണ്. വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്. വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് ഈ വളമൊക്കെ ഇവിടെ കിട്ടുമോ? രാസവളം ഉപയോഗിക്കുന്നില്ല, ജൈവവളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ ചാണകം ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നു. ഇവിടെ പശുക്കളും ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ആടുകളൊക്കെ കോഴി വീട്ടിൽ വളർത്തുന്നുണ്ട്. അവിടെ കോഴി കോഷ്ടം അങ്ങനെ. പിന്നെ അഗ്രിയിലെ അവിടുത്തെ സാറന്മാര് അവിടെ നിന്ന് ഞങ്ങൾക്ക് തരാം, എല്ലുംപടി തരും. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് തരും. വേപ്പിൻ പിണ്ണാക്കോ പിന്നെ ഇതിന് എന്തെങ്കിലും മരുന്നുകളൊക്കെ തരും. ഇതില്ലേ ജൈവ കീടനാശിനി അങ്ങനെയൊന്നും ഞങ്ങൾ ഉപയോഗിക്കും. മുളകായാണ്. ഇതിന്റെ കായ ഞങ്ങൾ പറയാ, ദ്വീപുകാർ പറയുന്നത് ചീഞ്ഞ പയവെന്ന്. ഇതിന്റെ കായ നല്ലതാണ് എല്ലാ അസുഖത്തിനും. ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ അതിനൊക്കെ നല്ലതാണ്. പിന്നെ മുടിയുടെ വളർച്ചയ്ക്ക് അതിനൊക്കെ ഉപയോഗിക്കുന്നു.
ഇത് പഴുത്ത് ചീഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിക്കാറ്. അതാണ് ചീഞ്ഞ പഴം. ഇതിന്റെ കളറ് മഞ്ഞായിട്ട് വരും. ആ ഇതിന്റെ മൂളൊക്കെ എന്നും പറയും. ആ ആ പിന്നെ ഇത് ഞങ്ങൾ എടുത്തില്ലെങ്കിൽ ഇതിന്റെ നിറം കറുപ്പായിട്ട് മാറും. അപ്പോൾ ഞങ്ങൾ കഴിക്കും. അതിനെക്കാട്ടും ടേസ്റ്റ് കൂടുതലാണ്. ഇതിന്റെ പേര് കവറുംകാട്. ഇത് ഇതിന്റെ ഈ ഇലയൊക്കെ എടുത്ത് ഇത് മുള്ളിയുള്ളതാണ്. ഇതിന്റെ ഇല എടുത്ത് പഴുത്താൽ കൈയൊക്കെ മുറിഞ്ഞ് പയക്കുന്നില്ലേ, അപ്പോൾ അതിന്റെ ഉള്ള ഇലയും മഞ്ഞളും കൂട്ടി അരച്ച് വച്ച് കെട്ടും. അതിന്റെ പൂവ് കായ ഉണ്ടല്ലോ, കോയിനുള്ളിൽ ഒരു കുരു ഉണ്ടാവും. അതൊന്നും എടുക്കത്തില്ല. മഞ്ഞളും ഇഞ്ചിയൊക്കെ ഇവിടെ ഉണ്ടാവുമോ? ഇല്ല, ഇഞ്ചി ഉണ്ടാവും. ഇഞ്ചി ഉണ്ടാവും. പച്ചമഞ്ഞളുണ്ട് വീട്ടിലുണ്ടാവാറുണ്ട്. കുട്ടിയുടെ മുടിയിലൊക്കെ പേമ്പടില്ലേ, അപ്പൊ അവിടെ പുണ്ണും ചൊറയൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ അതിന് വിട്ട് നെയ്യ് കായ്ച്ച് മുടിയിൽ മുടിയിൽ തേച്ചാൽ അതൊക്കെ പോകും. ഇത് ഇവിടെ ഒത്തിരി ഉള്ളതാണോ? എല്ലായിടത്തും ഈ ദ്വീപിലൊക്കെ ഇടത്തൊക്കെ ഇതുണ്ട്. ഇതും ഇഷ്ടം പോലെ ഉണ്ട്. അതും ഇഷ്ടം പോലെ കട്ട് ചെയ്തിട്ടുണ്ട്, വീണ്ടും വന്നതാ. അത് എടുത്ത് പിരിച്ച് വേറെ വെക്കും. ഇപ്പം ലക്ഷദ്വീപിൽ ഫസ്റ്റ് പ്രൊജക്റ്റ് ആയിരുന്നു കുടുംബശ്രീയുടെ. ലക്ഷദ്വീപ് ഗവൺമെൻറ്റും 2017 ഫസ്റ്റ് 4 ദ്വീപായിരുന്നു സെലക്ട് ചെയ്തത്. അഗത്തി, കവരത്തി, കടുമ, അമ്മീൻ. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ അഗത്തിയിൽ വന്നത് ശ്രീകല മാഡം ആയിരുന്നു ഫസ്റ്റ്. അപ്പോൾ മാഡം ഞങ്ങൾക്കുള്ള അതിന് റിസോഴ്സ് പേഴ്സണായിട്ട് 7 പേരെ തിരഞ്ഞെടുത്ത്. 10 പേരുണ്ടായിരുന്നു, അത് കൊഴിഞ്ഞു പോക്ക 7 പേര്. അതിലൊരാളാണ് ഞാൻ റിസോഴ്സ് പേഴ്സൺ. എൻ്റെ പേര് ഐഷ ബീഗം. അപ്പോൾ ഒരു കെമിക്കൽ ഇല്ലാതെ നല്ല പച്ചക്കറികൾ വച്ച് പിടിക്കുന്നത് നമ്മളെ തലമുറ നല്ല ഭാവി ഇത് ഉണ്ടാവട്ടെ എന്ന് കരുതിയത് കൊണ്ടാണ് ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ മുമ്പോട്ട് വന്നത്. ഇത് കണ്ട് ഇനിയുള്ള എല്ലാവരും മുമ്പോട്ട് വരണം ആവശ്യം.